അമരപ്പയർ വളർത്തി ജൈവവേലി ഒരുക്കാം. മാംസ്യസമ്പന്നമായ അമരപ്പയറിന്റെ നടീൽ കാലമാണ് ഓഗസ്റ്റ് മാസം. കൊഴുപ്പ് കുറവ്, എന്നാൽ ജീവകങ്ങളും ധാതുക്കളും സമൃദ്ധം. പോരാത്തതിന് ഇതിൽ ഭക്ഷ്യയോഗ്യമായ നാരുകളും ഏറെ. ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. കൂടാതെ ദുർമേധസ്സിന് പരിഹാരവും. കാൽസ്യശേഖരം ഉള്ളതിനാൽ എല്ലിനും പല്ലിനും ബലം കിട്ടും. അമരവിത്തിലെ ഡോപ്പമൈൻ എന്ന ഘടകം മാനസിക സമ്മർദ്ദത്തിന് പരിഹാരവുമാണ്. ഇരുമ്പിന്റെ അംശം സമൃദ്ധമാകയാൽ വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം. അമര നമുക്ക് അനായാസം ചട്ടിയിലോ തടത്തിലോ വേലിയിലോ പടർത്തി വളർത്താം. അങ്ങനെയെങ്കിൽ മുള്ളുവേലിക്കോ സ്ലാബ് മതിലിനോ ഇഷ്ടിക കെട്ടിനോ പകരം ഒരു ജൈവവേലി, അതായത് ബയോഫെൻസ് ആകുകയും ചെയ്യും. സ്ഥലമുണ്ടെങ്കിൽ പന്തലിട്ട് അത്യാവശ്യം വീട്ടുവളപ്പിലും വളർത്താം. ഇനങ്ങൾ. പടർന്നു വളരുന്ന ഇനങ്ങളും കുറ്റി ഇനങ്ങളുമുണ്ട്. തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ CO6, 7, 8, 9, 10, 11, 12 എന്നീ ഇനങ്ങളും അർക്ക വിജയ്, അർക്ക ജയ് എന്നീ ഇനങ്ങളും കുറ്റി വളർച്ചയുള്ളവയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജ് വികസിപ്പിച്ച ഗ്രേസ്, ഹിമ എന്നീ 2 ഇനം അമരപ്പയറുകൾ നേരത്തെ വിളവെടുക്കാൻ പാകമാകുന്ന മികച്ച ഇനങ്ങളാണ്. ഇതിൽ ഗ്രേസ് വയലറ്റ് നിറമുള്ള തണ്ടും ഇളം വയലറ്റ് ഇലകൾ ഉള്ളതുമാണ്. 1 ഹെക്ടറിൽ 15 ടൺ ആണ് വിളവ്. വീതി കുറഞ്ഞ് ചെറുതായി വളഞ്ഞതാണ് കായകൾ. പച്ച കലർന്ന വയലറ്റ് നിറം. ഇളം പച്ച നിറമാണ് പരന്ന കായുള്ള ഹിമ അമരയ്ക്ക്. ഹിമയും ഗ്രേസും കേരളത്തിലെ മധ്യമേഖലാ പ്രദേശങ്ങളിൽ വളർത്താനാണ് കൂടുതൽ അനുയോജ്യം. കേരളത്തിലെ കാലാവസ്ഥയിൽ പടർപ്പൻ അമരയിനങ്ങളാണ് ഭേദപ്പെട്ട വിളവ് നൽകുന്നത്. കൃഷിരീതി. നേരിട്ട് വിത്തുപാകിയാണ് കൃഷി. പടരുന്ന ഇനങ്ങൾ 125x75 സെന്റിമീറ്റർ അകലത്തിൽ തടങ്ങളെടുത്ത് 4-5 വിത്തു വീതം പാകണം. തൈ മുളയ്ക്കുമ്പോൾ കരുത്തുള്ളത് 2-3 നിർത്തുക. വളരുമ്പോൾ പടരാൻ സൗകര്യം ചെയ്യുക. 5-6 അടി നീളമുള്ള കമ്പുകുത്തി ചെടി അതിലേക്ക് പടർത്തി അതിൽ ചുറ്റിക്കയറുമ്പോഴേക്കും വേലിയിലേക്ക് പടർത്തിയാൽ മതി. കുറ്റി അമരയാണ് കൃഷിയെങ്കിൽ 60 സെന്റിമീറ്റർ അകലത്തിൽ വരുമ്പോൾ കോരി അതിൽ 15 സെന്റിമീറ്റർ അകലത്തിൽ വിത്തുപാകാം. അടിവളമായി ജൈവവളം നിർബന്ധം. എല്ലുപൊടി, ചാണകപ്പൊടി, അഴുകിയ പച്ചില വളം എന്നിവ നല്ലതാണ്. അമരയ്ക്ക് നന നിർബന്ധമാണ്. അമരത്തടത്തിൽ തവള കരയണം എന്നാണ് പഴമൊഴി. അതായത് നന നിർബന്ധമാണ്. നവംബർ-ഡിസംബർ ആണ് അമരയുടെ പൂക്കലും കായ്പിടുത്തവും നടക്കുന്ന കാലം. ചെടികൾ പൂക്കാൻ തുടങ്ങിയാൽ 2 ആഴ്ച ഇടവിട്ട് കടലപ്പിണ്ണാക്കും ചാരവും തടത്തിൽ ചേർത്ത് കൊടുക്കാം. ചാണകത്തെളി, ബയോഗ്യാസ് സ്ലറി, പഞ്ചഗവ്യം എന്നിവ നേർപ്പിച്ച് ചെടികളിൽ തളിക്കുന്നതും തടത്തിൽ ഒഴിക്കുന്നതുമൊക്കെ ദ്രുത വളർച്ചയും ഉൽപാദനവും തരും. അധിക ശിഖരങ്ങൾ നുള്ളിക്കളഞ്ഞാൽ കൂടുതൽ പൂ പിടിക്കും, കായകളും ഉണ്ടാകും. വേപ്പ് ചേർന്ന കീടനാശിനികൾ മതിയാകും അമരയെ കീടശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ. നിമാസാൽ നല്ലതാണ്. കൂടാതെ വേപ്പിൻ കുരു സത്തും വേപ്പിൻ പിണ്ണാക്ക് വളമായി ചേർക്കുന്നതും ഗുണം ചെയ്യും. അമരവിത്തിന്റെ ലഭ്യത അറിയാൻ കേരള കാർഷിക സർവകലാശാലയുടെ സെൻട്രൽ നഴ്സറി മണ്ണുത്തി, അറ്റിക് സെന്റർ, വിവിധ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, ഇൻസ്ട്രക്ഷണൽ ഫാമുകൾ എന്നിവിടങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി. വിവരങ്ങൾക്ക് 9446306909. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൃഷിയെ സംബന്ധിച്ചുള്ള എല്ലാ കണ്ടന്റുകളും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്